മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹം ജനിപ്പിക്കാൻ കഴിവുള്ള മോഹിനി വേണം ചെയ്യാൻ. ഇനി ചെയ്തോളൂ, യു ചേഞ്ച് യുവർ അപ്പിയറൻസ് ലൈക്ക് എ ഫീമെയിൽ. ശരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? എൻ്റെ പിറന്നാളാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമസ്കാരം. എന്നോടൊപ്പം കൂടെ ഉള്ളത് സുനിൽ നെല്ലായിയാണ്. ഞാൻ ഒന്നുകൂടെ നമസ്കാരം. നമസ്കാരം. വളരെ യാദൃശ്ചികമായി എനിക്കൊരു കോള് വരുന്നു. ആ കോളിലാണ് ഈ പുള്ളി ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. ഒരിക്കലും ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാതിരുന്ന ഒരാളെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മുന്നിൽ എത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയെന്ന് പറയാം. അതല്ലേ സത്യം? തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഇതുപോലെ വളരെ പോപ്പുലറായ ഒരു ചാനലാണ് അല്ലേ നമ്മൾ. അപ്പോൾ ആ ചാനലിന് വേണ്ടി ഇങ്ങനൊരു അഭിമുഖമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് എന്ന് പറയാം. കാരണം അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കടപ്പാട് എൻ്റെ നാടിനോടാണ് കേട്ടോ, നെല്ലായിയോട്. കാരണം ഞാൻ നെല്ലായിക്കാരനായതുകൊണ്ടും എൻ്റെ കലാരംഗത്തെ ഈ കഴിഞ്ഞ 40 വർഷത്തെ പ്രവർത്തനം കൊണ്ടും എന്നെ അംഗീകരിച്ച എൻ്റെ നാട്ടുകാരൻ ബിജുവാണ് ഇതിനെല്ലാത്തിനും കാരണം. ഞാൻ അദ്ദേഹത്തിനോടാണ് ഏറ്റവും വലിയ നന്ദി പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല. ഞാൻ ജോർജിയയ്ക്ക് പോകുമായിരുന്നു. എൻ്റെ ചോദിക്കാൻ വരായിരുന്നു എങ്ങനെയായിരുന്നു ഇവിടെ അതെ, സത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇറങ്ങുന്ന. അതായത് ഞാൻ 28-ാം തീയതി കാലത്ത് 6:30 ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങണു. കണക്ഷൻ ഫ്ലൈറ്റ് 12:30. എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്തു. അതായത് ഒരു സോഷ്യൽ ഇഷ്യൂ, അതിനെപ്പറ്റി ഞാൻ ചെയ്യണു. ഒരുപാട് പേര് വിത്തിൻ സെക്കൻഡ് കമൻസ് ഒക്കെ വരുന്നു. അത് കഴിഞ്ഞ് 12:30 ആയപ്പോൾ ഞാൻ എൻ്റെ ടൈമായി, ഞാൻ ഫ്ലൈറ്റ് ഞാൻ കയറി ഫ്ലൈറ്റിലിരുന്നു. നന്നൊന്ന് മയങ്ങാം എന്ന് വിചാരിച്ചു. മയങ്ങണു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള സുഹൃത്ത്, അടുത്തിരുന്ന ആൾ പറയും, സർ ഫ്ലൈറ്റ് പോകില്ല കേട്ടോ. ഒരു ഇടി വെട്ടിയ പോലത്തെ ഒരു ഇതാണ്ടായി. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ മകള് ജോർജിയയിൽ 6ാം വർഷം മെഡിസിൻ പഠിക്കാൻ, അവളുടെ കോൺവക്കേഷനാണ് 2-ാം തീയതി. 6 വർഷമായി കാത്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഞാൻ. അപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി ഞാൻ എന്തിന് ഞാൻ ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി 1:20 മുതൽ ഞാൻ ഒറ്റ നിപ്പ് നിന്നിട്ട്, അത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. അത് 1:20 നിന്ന് ഞാൻ വൈകിട്ട് 7:30 വരെ ഒറ്റ നിൽപ്പാണ് ക്യൂല്. ക്രൗഡ്, തലതിങ്ങനെ പൊക്കി പിടിച്ച ആൾക്കാർ നിൽക്കണം എയർപോർട്ടിൽ, ഷാർജ എയർപോർട്ടിൽ. ഒരുപാട് ഗർഭിണികൾ, കുഞ്ഞു കുട്ടികൾ. അതൊരു ഭീകര അന്തരീക്ഷം തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, പോലീസ് ഓഫീസേഴ്സ്, ഞാനത് ഒരിക്കലും വെറുതെ പറയുന്നതല്ല, എങ്ങനെയാണ് അവിടെ ഒഫീഷ്യൽസ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ശരിക്കും അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടു ഞാൻ. അവരെപ്പോഴും വരുന്നു, അവർ നമ്മളോട് നമ്മുടെ കാര്യങ്ങളിരിക്കും, കംഫർട്ടായിട്ടിരിക്കും, ഞങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള, അതായത് ഇവരുടെ ആ വേഷത്തിൽ വന്ന് അവർ ഓരോരുത്തർ അന്വേഷിക്കുമ്പോൾ എനിക്ക് വളരെ ബഹുമാനം തോന്നി അവരോട് കേട്ടോ. അവർ വളരെ കംഫർട്ടാക്കിയിരുന്നു. അത് എൻ്റെ അനുഭവമാണ്, അല്ലാണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷേ ഞാൻ അപ്പോഴും വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് പോയി. കാരണം എൻ്റെ പ്രതീക്ഷ അപ്പോൾ നാളെ പോകാൻ പറ്റും എന്നുള്ളതാണ്. അവിടുന്ന് ഞാൻ ഇറങ്ങി ഉടനെ തന്നെ എൻ്റെ മകളുടെ ക്ലാസ്മേറ്റ് പ്രേംകുമാർ, നന്ദി അറിയിക്കുകയാണ്. പ്രേമാണ്. പ്രേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാർ റേസുകളുടെയൊക്കെ വലിയ ഒരു അതോറിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹം വന്ന് എന്നെ കൊണ്ടുപോകുന്നു. 2 ദിവസം അവിടെ നിൽക്കുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ കസിനായിട്ടുള്ള വിഷ്ണു, എൻ്റെ പെങ്ങളുടെ മകനാണ്, അവൻ്റെ അടുത്തേക്ക്, ഷാർജയാണ് അവനിവിടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ല, ഞാൻ കുറച്ച് അകലെയാണെന്ന് വിചാരിച്ചു. അവിടെ വരുന്നു. ഷാർജയിൽ വന്നു ഇറങ്ങി പിറ്റേ ദിവസം എനിക്കൊരു ഫോണാണ്, മാഷേ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളുടെ ഒരു ഫോൺ. ഇപ്പോൾ ഷാർജയിൽ പലരുണ്ടെന്ന് ഞാൻ അറിയണം, പക്ഷെ എന്നെ തേടി പിടിച്ച് ബിജു. അയ്യോ, അത് ഞാൻ അത്ഭുതം. ബിജു എന്നെ വിളിക്കുന്നു. ഈ ബിജുവിനോട് ചുറ്റുമുള്ള കുറേ പേര്, രഘുമാഷ വിളിക്കുന്നു. ഇവരെല്ലാവരും തന്നെ ഇവിടുത്തെ വളരെയധികം സോഷ്യൽ
പ്രവർത്തകരാണ്, അതിലുപരി എൻ്റെ നാട്ടുകാരാണ്. പിന്നെ ഉടനെ തന്നെ അടൂർ ഒരു സംഗീതജ്ഞനുണ്ട് അനീഷ്, അദ്ദേഹം വിളിക്കുന്നു. ഇങ്ങനെ എല്ലാവരും വിളിച്ച്. ഇപ്പം എന്തിനു പറയണു, ഞാൻ 5 ദിവസം എനിക്ക് അറിഞ്ഞൂടാ, 1 മിനിറ്റ് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം ഓരോരുത്തർ വന്നു. അപ്പം എനിക്ക് ഞാൻ ഇത്ര ദിവസമായി അവിടെ വന്നിട്ട് പോകാറായില്ലേ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടല്ല, ഷാർജയിലായോ, താമസാക്കാനാണോ പ്ലാൻ. പക്ഷേ സത്യം ഞാൻ പറയട്ടെ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ബിജു. അമ്മ മലയാളം എന്ന പോപ്പുലർ, ഒരുപക്ഷെ ഇവിടുത്തെ എല്ലാ മലയാളികൾക്കും അഭിമാനത്തോടുള്ള ഒരു ചാനലാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ചാനലിനും ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലേ. ദൈവത്തിനോടും എൻ്റെ നാട്ടുകാരോടും ബിജുവിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും എന്താന്ന്, അതെൻ്റെ ഒരു അത്ര മാത്രം എൻ്റെ മനസ്സിലുണ്ട് നാടിനോട്. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞപ്പോഴേക്കും ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ നമ്മൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളാണ് കൂടുതലും ഡാൻസ് പ്ലാറ്റ്ഫോമിലേക്ക് കാണുന്നത്, അധ്യാപകരായിട്ടും അല്ലെങ്കിൽ പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ വിനീതിനെ പോലുള്ള കുറച്ച് പേര് വളരെ ടാലന്റ് ആയിട്ടുള്ള, ഈവൻ കമലഹാസൻ ഉൾപ്പെടെ ഇതിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? രണ്ടാമത് പറഞ്ഞ പേരാണ് അതിന് കാരണം, കമലഹാസൻ. അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു നർത്തകൻ, ഒരു നടൻ എന്ന് പറഞ്ഞാൽ കമലഹാസനാണ്. അപ്പോൾ ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ആനന്ദപുരം, നെല്ലായി അടുത്തുള്ള ആനന്ദപുരം ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ അധ്യാപകരില്ലായിരുന്നെങ്കിൽ, എൻ്റെ ഫ്രാൻസിസ് മാഷും ഭാസ്കരൻ മാഷും ഉണ്ണി മാഷും അങ്ങനെയുള്ള മാഷുമാർ, ഭാരതി ടീച്ചർ എന്നൊക്കെ പറയും, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. കാരണം അത്രമാത്രം എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട് ആനന്ദപുരം ഗവൺമെൻറ് LP സ്കൂൾ. അതിനുശേഷം നിരവധി സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചു, RLB അടക്കം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നും വിദ്യാലയം എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ പഠിച്ച ആ മരങ്ങൾ മുഴുവൻ നിറഞ്ഞ് ആ ഗവൺമെൻറ് സ്കൂളാണ്. കാരണം അത്രമാത്രം സപ്പോർട്ട് തന്നിരുന്നു കലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂൾ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ട് ഈ 7th കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കലാമണ്ഡലം കല്യാൺകുട്ടി ടീച്ചർ അടുത്ത് വരികയാണ്, തൃപ്പൂണിത്തുറയിൽ. കാരണം എൻ്റെ അമ്മായിയുടെ ഇല്ലം അവിടെ അടുത്താണ്. അങ്ങനെ ടീച്ചർ അടുത്ത് വന്ന് ഭരതനാട്യവും മോഹിനിയാട്ടവും അവിടുന്ന് പഠിക്കുകയാണ്. 10th എത്തിയപ്പോൾ ശ്രീമതി കലാമണ്ഡലം കല്യാൺകുട്ടി ടീച്ചർ, മദർ ഓഫ് മോഹിനിയാട്ടം എന്നാണ് പറയുന്നത്, കൃഷ്ണനാരാശാൻ്റെ പത്നിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ ഭരതനാട്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ബിക്കോസ് യു ആർ എ മെയിൽ. എനിക്കും തോന്നി, കാരണം മോഹിനിയാട്ടം അത് എൻ്റെ പല ഇൻ്റർവ്യൂവും കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിന് ഒരു വ്യത്യാസമില്ല. മോഹിനിയാട്ടം എന്നത് ഒരിക്കലും പുരുഷന്മാർക്ക് ചേർന്ന ഒരു നൃത്തം അല്ല. അങ്ങനെയാണല്ലേ? അത് ആണോ എന്നല്ല, ദാറ്റ് ഈസ് ഓൺലി മൈ ഒപ്പീനിയൻ. മേ ബി അത് മറ്റുള്ളവർക്ക് പറയാം. ഞാൻ പറയുന്നതിൻ്റെ കാരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് അധ്യാപകരാവാം, ഒരു കുഴപ്പമില്ല. ആരാണ് മോഹിനി? സ്ത്രീയാണ്. അല്ല, ആ സ്ത്രീയുടെ പ്രത്യേകത പറയും, ആ വേർഡാണ് കറക്റ്റ്. ഒരു പക്ഷേ ആദ്യമായിട്ടാട്ടോ കൃത്യമായിട്ടൊരു മറുപടി അത് നമ്മ മലയാളത്തിൽ നിന്ന് കേട്ടു. മോഹിനി ആരാന്ന് ചോദിച്ചപ്പോൾ, മോഹൻ ജനിപ്പിക്കാൻ കഴിവുള്ളവരാണ് മോഹിനി, ആ സ്ത്രീയാണ് മോഹിനി. അതുകൊണ്ടാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, അത്ര സൗന്ദര്യം. ആ അദ്ദേഹം പോലും മോഹിനി വേഷം പൂണ്ടാണ് ആരുടെ അടുത്തേക്ക് പോയത്? മഹാദേവൻ്റെ അടുത്തേക്ക്. മഹാദേവൻ ആ രൂപം കണ്ടപ്പോഴാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഞാനത്, മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹൻ ജനിപ്പിക്കാൻ കഴിവുള്ള മോഹിനി വേണം ചെയ്യാൻ. ഇനി ചെയ്തോളൂ, യു ചേഞ്ച് യുവർ അപ്പിയറൻസ് ലൈക്ക് എ ഫീമെയിൽ. കൂച്ചുപുടി ഒരിക്കലും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല പണ്ട്, കഥകളി പോലെയാണ്. കൂച്ചുപുടിയിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ടാണ് ഇപ്പോഴും കൂടി. ഈ കലാമണ്ഡലത്തിൽ ഈ അടുത്ത കാലത്ത് 80 വയസ്സായ ഒരാൾ, പാവം തോന്നും, വയസ്സനായൊരു മാഷ് സ്ത്രീവേഷം കെട്ടിയ വന്നതാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ക്യാരക്ടറായ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം അതാണെന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്, അതായി പോകരുത്. ഈവൺ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, സിനിമ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, 1-2 പ്രശസ്തമായ നടികളും നർത്തകികളുമായവർ ചില ക്യാരക്ടർ അവരുടെ ജീവിതം മുഴുവൻ ഹാണ്ട് ചെയ്യാണ്. അതായത് പിന്നെ അവരുടെ നോട്ടത്തിൽ ഞാൻ എപ്പോഴും അവരെ നടത്തിയില്ല, അവരുടെ ഇരിപ്പിൽ അത് അവരുടെ ജീവിതം തകർത്ത് കളയും. നമ്മളൊരിക്കലും അങ്ങനെ ആയി പോകരുത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന മോഹിനിയാട്ടം എന്നത് നിങ്ങൾ പഠിപ്പിച്ചോളൂ, അല്ലെങ്കിൽ സ്ത്രീ വേഷത്തിൽ നിങ്ങൾ ചെയ്യൂ. ഈ പുരുഷ വേഷത്തിൽ വന്നിട്ട് മോഹിനിയാട്ടം ചെയ്യുമ്പോൾ അരോചകമായിട്ട് തോന്നും. കാരണം ആ മൂവ്മെൻറ്റ് തന്നെ സ്ത്രീയുടെ ശരീരത്തിന് ചേർന്നതാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് പുരുഷന് ഒരിക്കലും മോഹിനിയാട്ടം പഠിക്കാൻ പാടുള്ളതല്ല എന്ന് ഞാൻ പറയില്ല. മനസ്സിലായി. അപ്പം ഇതിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? കറക്റ്റായിട്ട് ആ ഒരു ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക്
എന്താണ് കോളേജിലേക്ക് അത് പഠിക്കാൻ വലിയൊരു കടമ്പയായിരുന്നു. കല്യാൺകുട്ടം ടീച്ചർ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടീച്ചർ RLVയിൽ ഭരതനാട്യം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് കേരളത്തിൽ ഒരു കോളേജിലും ഭരതനാട്യം ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കലാക്ഷേത്രയാണ് ചെന്നൈ. അതാണ് ഏറ്റവും ലോകത്ത് ഇന്നും അന്നും എന്നും കലാക്ഷേത്രയാണ്. ചെന്നൈ കലാക്ഷേത്രയാണ് ഭരതനാട്യത്തിൻ്റെ മെയിൻ സ്ഥലം. പക്ഷേ എനിക്ക് അവിടെ പോയി പഠിക്കാനുള്ള സാഹചര്യം അന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കലാമണ്ഡലം റിസർവ് ഫോർ ഗേൾസ് അവിടെ അവരുടെ ബയലോയിലുണ്ട്. അവരുടെ RLVയിൽ അന്വേഷിച്ചപ്പോൾ അവർ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അതെന്ത് കറുത്ത് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ അവർ ചെയ്യണത്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഇവിടെ ആൺകുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ അതുമ്പോൾ പിടിച്ചു. ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി ട്രിവാൻഡ്രത്ത്. ഒരു 15-16 years old ആ സമയത്ത്. ആരോട് പറയണമെന്നറിയില്ല. പിയൂണിനെ കണ്ടപ്പോഴും പറഞ്ഞു, അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞു. ദിവസവും ഞാൻ ചെന്ന് ഒരു മാസം കൊണ്ടാണത് ഞാൻ നേടിയെടുത്തത്. ഞാൻ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് പുരുഷനും സ്ത്രീയും, ലാസ്യവും താണ്ഡവവും, അല്ലേ? ഒരു നാണയമാണ്. ഈ ഏത് ഒരു നാണയം എടുക്കൂ, ഒരു 10ൻ്റെ കോയിൻ എടുക്കൂ, അതിൻ്റെ ഒരു സൈഡ് ബ്ലാങ്ക് ആണെങ്കിൽ അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് ഭരതനാട്യം ആയിക്കോട്ടെ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. രണ്ടും താണ്ഡവവും ലാസ്യവും നിൽക്കണം. മറ്റൊന്ന്, അപ്പോൾ ഇതാണ് മെയിൻ ഒരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നാട്യശാസ്ത്ര ആരായത് ഭരതമുനിയാണ്, പുരുഷനാണ്. നാട്യത്തിൻ്റെ ദേവിമാരിൽ എത്ര സുന്ദരിമാരുള്ള ദേവിമാരുണ്ടല്ലോ. സംഗീതത്തിന് പോലും ആരാണ് നമുക്ക് കൊടുത്തത്? സരസ്വതി ദേവിയാണ്. അതുപോലെ എല്ലാ ദേവിമാരും ഉണ്ടായിട്ടും നൃത്തത്തിൻ്റെ ദേവൻ എന്നാണ് പറയുന്നത് മഹാദേവനാണ്. ഈ മഹാദേവൻ്റെ പ്രത്യേകത എന്താണ്? പുരുഷ സങ്കല്പത്തിലെ അതിഗംഭീരമായ സങ്കല്പം, ഭാവം. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു എന്താ പറയുക, പവർഫുള്ളായിട്ടുള്ള, അല്ലേ, മസ്കുലിൻ, അത് തന്നെ വേർഡ് പറയാം. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത്? അപ്പോൾ കുറച്ച് സ്ഥലം അത് ഈക്വലായിട്ട് ഉപയോഗിക്കണം. അവിടുത്തെ ഒരു ടീച്ചറിനോട് സ്ഥല സൗകര്യമില്ല, എത്ര സൗകര്യമുണ്ടോ അതാണ് ഇനി പെണ്ണിന് ഈക്വലാക്കണം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നാളെയാണെങ്കിൽ ഇന്ന് എനിക്ക് തരികയാണ്. 85 കാലഘട്ടത്തിൽ എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് ഇന്ന് തന്നു. അതിൽ ഫുൾ ക്രെഡിറ്റ് എൻ്റെ കലാലയം, തൃപ്പൂണിത്തുറ കലാലയത്തോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അന്ന് തൃപ്പൂണിത്തുറ കലാലയത്തിൽ ഞങ്ങളെ അഡ്വാൻസ് ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്നോട് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മുദ്രകൾ അറിയാമോ എന്ന് ചോദിച്ചു. അല്ല ടീച്ചർ, എനിക്ക് വിനിയോഗം അറിയാമെന്ന് പറഞ്ഞു. അതായത് മുദ്രയുടെ നെക്സ്റ്റ് ഡിഗ്രി ഫൈനൽ ഇയറിലുള്ള സിലബസാണ് ഞാൻ പറയണത്. ആണോ, അറിയാമോ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഐറ്റംസ് ഒക്കെ എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വർണ്ണം പഠിച്ചിട്ടുണ്ടോ. വർണ്ണം പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ അന്ന് സത്യം ഞാൻ ആരെയും തത്തിപ്പറയല്ല, പലരും സിനിമാ പാട്ടുകൾ ഇട്ടിട്ടൊക്കെയാണ് ഡാൻസ് ചെയ്തത്. കാരണം സ്കിൽ അറിഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ RLVയിൽ ഒരു മ്യൂസിക്കിന് വരുമ്പോൾ നിങ്ങളുടെ മ്യൂസിക് ടാലൻ്റാണ് നോക്കണേ. അപ്പോൾ നിങ്ങൾ സിനിമാ പാട്ട് പാടിയാലും ഈസ് ഓക്കെ, അല്ലാണ്ട് കർണാട്ടിക് തന്നെ പാടണമെന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തു. എന്നെ ഇൻ്റർവ്യൂവിൽ അവർക്ക് ഫെയിലാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് അഡ്മിഷൻ കിട്ടില്ലെങ്കിൽ അവിടുത്തെ ഒരു കായലുണ്ട്, അതിൽ ചാടി ഞാൻ ചാവും, എല്ലാവരും പേര് എഴുതി വയ്ക്കുന്നു. എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ അന്ന് സംസാരിച്ചത്. ഭഗവാൻ തന്നതുകൊണ്ട് ആ ഒരു പവറാണ് ഇന്നും ഞാനിവിടെ എത്തിയത്. അവിടുന്ന് ഞാൻ RLVയിൽ ആദ്യത്തെ സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു. എന്നെ കാണാൻ അന്ന് RLV പഠിച്ചിരുന്ന ഒരു മുഴുവൻ ഒരു അത്ഭുത വസ്തുവിനെ, തൃശ്ശൂർ ഇപ്പോൾ ഏതെങ്കിലും മൃഗശാലയിലൊരു സിംഹം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്നു അതുപോലെ. കാരണം ഞാനൊരു കോസ്റ്റ്യൂം ഇട്ട് ഇത്രയും പെൺകുട്ടികളുടെ ഇടയിലാണ്. അന്ന് നർത്തകികൾക്കിടയിൽ ഒറ്റയാനെന്നാണ് വനിതയിലൊക്കെ വന്നത്, ഫിലിം ഫെയർ ഇന്ത്യ, അങ്ങനെ എല്ലാത്തിലും ഫെമിന, അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമ 4 വർഷം ചെയ്യണു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമ 3 വർഷം ചെയ്യണു. അവിടെ ഗസ്റ്റായിട്ട് ആദ്യത്തെ അധ്യാപകനായിട്ട് കയറിയത് ആ കസേരയിൽ നിന്ന് ഞാനാണ്. ഗസ്റ്റാണ് എങ്കിലും ആ കസേരയിൽ ഈ നട്ടുവാങ്കം ചെയ്യാൻ തുടങ്ങി, തട്ടുപലകയിൽ കൊണ്ട്. കാരണം ആ ക്ലാസ്സിൽ കയറി പഠിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ആ കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം. അത് ഒരു ഭാഗ്യമല്ല, ഞാൻ പറഞ്ഞ അതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിനെ താത്താൻ പറ്റില്ല. മുജമ്മ സുഹൃതം എന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ നമുക്ക് തന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഗുണം കൊണ്ടോ ഒക്കെയാണ് അങ്ങനെ അധ്യാപകനായി. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ കോളേജ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തു. ഈ ഡിപ്ലോമ കോഴ്സ് എപ്പോഴും ഡിഗ്രിക്ക് താഴ്ന്നു. അഗൈൻ ഞാൻ BA ചെയ്തു, MA ചെയ്തു. വീണ്ടും ഞാൻ ഗസ്റ്റ് ലെക്ചറായി. പക്ഷെ എനിക്ക് ഗസ്റ്റായിട്ട് എവിടെ കിട്ടുകയുള്ളൂ, അതിൻ്റെ കാരണങ്ങൾ മറ്റു പലതും, അത് വിടാം. അതിനുശേഷം PSC വിളിച്ചില്ല. സത്യം പറഞ്ഞാൽ അതിലെനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഗവൺമെൻറ്റിനോട് എൻ്റെ ജീവിതകാലം മുഴുവനും ആ നീരസം ഞാൻ കൊണ്ടുവരും. 25 വർഷക്കാലം RLV കോളേജിൽ PSC വിളിച്ചില്ല.
ഇതിന് ഉത്തരം ഇന്ന് എന്നോട് ഒരുപാട് പേര് മാഷെ കേസ് ഫയൽ ചെയ്യൂ, കാരണം ഞങ്ങളുടെ ഭാവി കളഞ്ഞവരാണ്. എൻ്റെ കാലഘട്ടത്തിൽ പഠിച്ച എല്ലാവരുടെയും ഭാവി. കാരണം PSC വിളിച്ചില്ല, എന്നും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഗസ്റ്റ് ലെക്ചറെ പറ്റി കഴിഞ്ഞാൽ അവർക്ക് പൈസ അത്രയേ പറ്റുള്ളൂ ഗവൺമെൻറ്. ഞാൻ കുറ്റം പറയല്ല ഗവൺമെൻറ്, പക്ഷേ അത് തെറ്റായ ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞു, അതൊക്കെ പോട്ടെ. ആ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറായി അവിടെ ഞാൻ. അതെൻ്റെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. MG യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറായിട്ട് സെൻറ്റ് തെരേസാസിലൊക്കെ പോയി. സെൻറ്റ് തെരേസയിലും RLVയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാലടി യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറായി. അവിടെ ഒരു വർഷം ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എക്സാമിനറായി. എല്ലാ സ്ഥലത്തും ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അത് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഒരു പക്ഷേ പെർമനൻ്റ് ആയി പോയിരുന്നെങ്കിൽ, അത് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും കേട്ടോ, അത് വേറെ കഥ. എന്നാലും ഞാൻ പറയുകയാണ്, ഗസ്റ്റ് അല്ലാതിരുന്ന് പെർമനൻ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇത്ര മാത്രം വർക്ക്ഷോപ്പുകൾ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇപ്പം ഞാൻ US 22 വർഷം പോയി. ഈ കഴിഞ്ഞ ഒരു കൊറോണ സമയം മാത്രമേ ഞാൻ പോകാത്തുള്ളൂ. എല്ലാ വർഷവും പോകും, പല സ്റ്റേറ്റിൽ. ഇപ്പോൾ UK പോയിരുന്നു, കേംബ്രിഡ്ജിൽ ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ്, എത്ര ദിവസമാണ്, അതെങ്ങനെയാണ് ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്. ഇപ്പോൾ ഓരോ സ്കൂൾസും അവരുടെ റിക്വയർമെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ റിക്വയർമെൻറ്റ്. ഞങ്ങൾക്കൊരു ആനുവൽ ഡേ വേണം സാർ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ ക്ലബ്ബുകാർ ഓർഗനൈസേഷൻസ് വിളിക്കും. അതായത് അതിന് അബുദാബി മലയാളി സമാജമാണ് കേട്ടോ. UAEയുടെ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശ പരിപാടി ഞാൻ ചെയ്തത് അബുദാബി മലയാളി സമാജത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ബിഗ് സല്യൂട്ട്. കാരണം 98 ഞാൻ ചെയ്തത്. ഒരു മാസം ഇലക്ട്രയിൽ താമസിച്ച് പൂതപ്പാട്ട് ഡാൻസ് ഡ്രാമ അവിടുത്തെ ആൾക്കാരെയും കൂടി എടുത്തിട്ടാണ് ഞാൻ ഡാൻസ് ഡ്രാമ ചെയ്തത്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും വർക്ക്ഷോപ്പിന് പോകുമ്പോൾ ഡാൻസ് പഠിച്ചവരൊന്നും ആയിരിക്കില്ല, ടാലൻ്റ് ഉള്ള. കാരണം ഇതിൽ ഒരു പ്ലേ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഡ്രാമയാണെങ്കിൽ, നമുക്ക് അന്ന് ഞാൻ ഓർക്കുന്നു കുട പിടിച്ച് നിൽക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾ റെഡിയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ സ്റ്റേജിൽ വരെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ ഒരു ഡാൻസ് സ്കൂളിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതല്ല, നമ്മൾ ചിലത് ചെയ്യുക ഡാൻസ് സ്കൂളിന് വേണ്ടി മാത്രം. ഇപ്പം ന്യൂയോർക്കിലൊക്കെ പോകുമ്പോൾ മിക്കതും സ്കൂൾസാണ് വിളിക്കുന്നത്. സ്കൂൾസ് നേരത്തെ സിലബസ് അല്ല, അവരുടെ റിക്വയർമെൻറ്റ് തരും. ചിലപ്പോൾ പറയും കക്ഷി. ഇപ്പം ഞാൻ ആൽബനി എന്ന് പറയും, അവിടെ 4 തവണ പോയിട്ടുണ്ട്. ന്യൂയോർക്കിൻ്റെ ക്യാപിറ്റലാണ്. അവിടുത്തെ തെലുഗു അസോസിയേഷൻ, അവിടുത്തെ ഒരു 2 ഡാൻസ് ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് അവർക്കൊക്കെ വേണ്ടി. അപ്പോൾ അവരുടെ കുട്ടികളുടെ അരങ്ങേറ്റമാണ്. മാഷേ ഞങ്ങൾക്ക് 15 ദിവസത്തെ വർക്ക്ഷോപ്പാണ് വേണ്ടത്, അപ്പം എനിക്ക് ഇത്ര ഐറ്റം തീർത്ത് തരണം ഓൾറെഡി. അപ്പം ഞാൻ അവർക്ക് ഭയങ്കര ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടികളുടെ അരങ്ങേറ്റത്തിൻ്റെ ഒരു 80% ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം അതിനുവേണ്ടി എത്ര ദിവസം മുമ്പ് അവിടെ പോകും? ഡിപ്പെൻസ്. ചിലവർ 30. ഇപ്പം ഞാൻ മെയിൽ പോകാൻ പോണ അവർ പറഞ്ഞിട്ടുണ്ട് 30 days ആണ്. അവർ നമ്മുടെ 30 days എടുക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു കാര്യങ്ങളെല്ലാം പറയും. അവർ അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ ക്ലാസ് എല്ലാ കാര്യവും അവർക്ക് വേണ്ടി ചെയ്യണം. ചിലർ 15 ദിവസം, ചിലർ 10 ദിവസം, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനിടയിൽ വേറൊരു ക്വസ്റ്റ്യൻ. ശരിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ പിറന്നാളാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു നമ്മൾ ഓരോന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ദൈവം എന്താണോ തീരുമാനിച്ചത് അതേ നടക്കുള്ളൂ, അല്ലേ? മനുഷ്യൻ പ്ലാൻ ചെയ്യുന്ന അല്ല പലപ്പോഴും നടക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളിവിടെ കാണുകയാണ്. അത് ഈയിടെ അതെനിക്ക് ഒരു പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു ശിക്ഷയാവാം. എന്താണെന്നറിയോ, ഞാൻ ഈയിടെ എൻ്റെ ഒരു FB പോസ്റ്റ്, ഞാൻ സോഷ്യൽ പ്രോബ്ലംസൊക്കെ എപ്പോഴും ഞാൻ കൊട്ടിയാറുണ്ട്, അതുമായിട്ട് എഴുതാറുമുണ്ട്. ഞാൻ പറഞ്ഞു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് മോർ. അപ്പോൾ നമ്മുടെ ഒരുപാട് പക്ഷേ ഒരു കാര്യമുണ്ട്, ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ശക്തി എന്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാത്തിനും വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു പള്ളി കണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അവിടെ ഞാൻ കാണുന്ന ഒരു പക്ഷേ എൻ്റെ മഹാദേവനെയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ 60 എൻ്റെ ഇന്ന് അതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യാം, എൻ്റെ 60th ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന്, അല്ലാതെ എൻ്റെ 40ാമത്തെ പിറന്നാൾ. പക്ഷേ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്. കാരണം ഈ ഏജിലും ഞാനിതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചോദിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്ന് പറയാണ്, ആദ്യമായി എൻ്റെ വയസ്സ് അല്ലെങ്കിൽ എൻ്റെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് അമ്മ മലയാളത്തിലാണ്. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരാളോടും ചോദിക്കില്ല ഹൗ ഓൾഡ് ആർ യു. ഇഫ് യു വാണ്ട് യു ജസ്റ്റ് ആസ്ക് ഹൗ ആർ യു, വൈ യു കോട്ടർ ഓൾഡ്. അതാണ് ഞാൻ. കാരണം നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ്, ഞാൻ കിഡ്ഡിയാണ്, ഞാൻ എല്ലാവരും പറയാറുള്ളത്. കാരണം ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ മാവുകളോട് പ്ലാവിനോടൊക്കെ ചെടികളോടൊക്കെ വർത്താനം പറയും. എൻ്റെ കാറിനോട് പറയും അച്ഛൻ്റെ ചക്കര മോളല്ലേ എന്നൊക്കെ ചോദിക്കും കാറിനോട്. അതായത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ അതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ എൻ്റെ മാഷ് ധനഞ്ജയ മാഷേ വലിയ നമസ്കാരം കേട്ടോ.
കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും ഉണ്ട് കേട്ടോ കലാകാരന്മാർ. പക്ഷേ എൻ്റെ മാഷ് ധനഞ്ജയ മാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാമാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ്. മാഷക്ക് 92 വയസ്സായി. 90s കഴിഞ്ഞു, 1991. സ്റ്റിൽ ഹീസ് എ പെർഫോമർ. ഒരു 2 മാസം 3 മാസം മുമ്പ് മാഷും ഭാര്യയും മകനും ഒക്കെ കൂടെ വന്ന് വർക്ക്ഷോപ്പ് ചെയ്തു. മാഷ് നിരന്തരം, ഞാനൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് തുടങ്ങി തോന്നുന്നു മാഷ വർക്ക്ഷോപ്പുകൾ, മനസ്സിലാവുണ്ടോ? അതാണ് കണ്ടുപഠിക്കുന്നത്. വൈജയന്തിമാല, ആ മാമിൻ്റെ കാര്യം പറയാൻ അറിയാലോ, ഞാൻ പറയാണ്ട് ലോകം മുഴുവൻ 90s ഈയിടെ പ്രോഗ്രാം ചെയ്തു മദ്രാസിൽ. നമ്മൾ ഒരിക്കലും ഒരാളുടെ ഏജോ അപ്പിയറൻസോ ഒന്നുമല്ല. അതിലും ഞാൻ ഒരു വലിയൊരു കാര്യം പറയുന്നത് തെറ്റായത് മദ്രാസിലൊരു എൻ്റെ 25 വർഷം മുമ്പുള്ള വിവരക്കേടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണേ. ഒരു പ്രശസ്ത ഡാൻസർ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മാഷ് ഒരു പ്രോഗ്രാം കാണാൻ പോകുന്നു കൊണ്ട്. അപ്പോൾ അന്ന് 25-30 വർഷം മുമ്പാന്ന് ഓർക്കണം. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ എന്താ പറയുക, എൻ്റെ ചിന്തകളൊക്കെ വേറെയാണ്. അപ്പം ഞാൻ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫിഗറുണ്ട് അല്ലേ? അത് തെറ്റാന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ പോണു. കേട്ടൻ മാറിക്കഴിഞ്ഞപ്പോൾ സൈഡിൽ സത്യം പറയട്ടെ ഒരു പൊക്കം കുറഞ്ഞ് തടിച്ചിട്ട് ഒരു സ്കേർട്ടാണ്. ഈ മദ്രാസിലെ ഡാൻസേഴ്സ് സ്കേർട്ടാകും യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇരിക്കുക കാണാൻ. അപ്പോൾ എൻ്റെ ആ കാലം അങ്ങനെയാണ്. അതായത് മീൻസ് എൻ്റെ മനസ്സിലുള്ള ചിന്ത അത്ര ഒരു മോശം ചിന്ത തന്നെ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഇവരുടെ ഡാൻസ് കാണാനാണ് എന്നെ കൊണ്ടുവന്നത്. പുറത്തേക്ക് പോയാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് അവരെ ഒട്ടും എനിക്കിഷ്ടമല്ല കണ്ടിട്ട്. കാരണം ഒരു അപ്പിയറൻസ്. ഇവരിങ്ങനെ പ്രോഗ്രാം തുടങ്ങിയിട്ടാ അപ്പോൾ അതൊക്കെ അവർ കളിച്ച് മുമ്പിലേക്ക് വന്നു തുടങ്ങി. ഞാൻ ഇങ്ങനെയായി എന്ന് ആകാംക്ഷയോടെ. ഇതിപ്പോൾ വെറുതെ ഞാൻ അഭിനയിക്കുന്നതല്ല, ദൈവത്തിനാണ് സത്യമല്ല, ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ പശ്ചാത്താപം. കാരണം എനിക്ക് പറയാൻ പറ്റില്ല, അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. അഭിനയം എന്ന് പറഞ്ഞത് ഒരു കടൽ പോലെയാണ്. അതായത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ നോക്കി ഇപ്പോൾ കൂടി തരിക്കുന്നു മാമിൻ്റെ അഭിനയം കണ്ടപ്പോൾ. ഞാൻ പേര് റിവീൽ ചെയ്യാത്തതാണ്, എല്ലാവർക്കും അറിയാം. അതിമനോഹരമായിട്ടുള്ള അഭിനയം, ആട്ടവിശുദ്ധി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഭരതനാട്യം ആംഗികാഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്രമാത്രം മുദ്രകളുടെ ക്ലാസിഫിക്കേഷനിലും വന്നേക്കണത്. അഭിനയ ദർപ്പണമാണ് ഭരതനാട്യത്തിനെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രമാത്രം മുദ്രകളുണ്ട് ഇതിൽ. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ അടവുശുദ്ധി ഇത്രയ്ക്ക് ഞാൻ കണ്ട ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അഭിനയവും ഇത് പ്രോഗ്രാം കഴിഞ്ഞ് ഓട്ടി ഞാൻ ഫസ്റ്റ് കാൽക്ക് വീണു. ഞാൻ പറഞ്ഞു എൻ്റെ തെറ്റ് മാം, ശരിക്കും ഞാൻ എൻ്റെ സുഹൃത്തിനോട് കുറച്ച് വഴക്കിട്ടു. കാരണം മാമിനെ കണ്ടപ്പോൾ സത്യം ഞാൻ പറയാം, എൻ്റെ മനസ്സിലുള്ള നർത്തകിയുടെ രൂപമല്ല അത്. கண்ணா அது பரவாயில்ல கண்ணா, எல்லாரும் அப்போ நிற்கிறாங்க, இப்போ நான் பண்ணின அப்புறம்னா எல்லாரும் இப்படி சொல்கிறாங்க. ஆனால் ரொம்ப സന്തോഷം, എല്ലാമേ കടവുൾ തന്നെ. അപ്പോൾ അവരുടെ സിംപ്ലിസിറ്റിയും അവരുടെ പറയലും കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ആ നിമിഷം ഞാൻ പറഞ്ഞു, ഡോണ്ട് ജഡ്ജ് എനിവൺ. മനസ്സിലാവുണ്ട അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്. അതുപോലെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ കഴിവുകൾ, അതൊക്കെ വേറെയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത് അവരെ കണ്ടിട്ട്. മനസ്സിലായോ? അതായത് തടിയുണ്ട്, ഇച്ചിരി വയറുണ്ട്, അല്ലെങ്കിൽ പൊക്കം കുറവാണ്, അല്ലെങ്കിൽ ഇപ്പം നല്ലോണം വലിഞ്ഞിരിക്കുന്നുണ്ട്, നല്ലതൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവർ നന്നായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്ന അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഒരിക്കലും പിന്നെ ഞാനിപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു കാര്യം കൂടി പഠിച്ചു, കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്. ഡോണ്ട് ഫൈൻഡ് ഔട്ട് എനി നെഗറ്റീവ് ഫ്രം എനി വൺ. അതിപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു അയ്യേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം മോശമല്ലേ? ഇപ്പം ഞാനൊരു കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ മുഖം വൃത്തികേടാണ്. കണ്ണാടി ഇരുന്ന് നോക്കൂ, നേരെ ഇപ്പം ഞാൻ പറയാം, ഹായ് എന്ത് രസമാണ് കമ്മല് കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ മാഷേ, കണ്ണട നല്ല ഭംഗിയിട്ട്, ഹായ് നല്ല കുർത്തി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതൊക്കെ പറയുമ്പോൾ കണ്ണാടി എടുത്ത് മുഖം നല്ലതല്ലേ? ആരുടെയാലും സൗന്ദര്യം നല്ലേ. അപ്പോൾ എല്ലാത്തിനും നല്ലത് കാണാം. എന്ത് രസമല്ലേ, എന്തോരോ പൂക്കളല്ലേ. നമ്മൾ പോസിറ്റീവ് എല്ലാം പോസിറ്റീവ്. ഞാൻ പറഞ്ഞത് അതാണ്, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം വയ്ക്കണോ, അതിനുള്ളൊരു സൂത്രം കൂടിയാട്ടോ ഞാൻ പറഞ്ഞത്. മറ്റൊന്നുമല്ല, എനിക്ക് സൗന്ദര്യം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ചിരിക്കുക അല്ലേ നമ്മുടെ മനുഷ്യൻ. അതും ഒരു ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു വരുമ്പോൾ UAE കുട്ടികളോടും മാതാപിതാക്കളോടൊക്കെ ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. പുറത്ത് പോകുമ്പോൾ മുഴുവനും ഞാൻ ഈ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും പറയും,
ഇന്നത്തെ ജനറേഷൻ കുട്ടികളുടെ ഏറ്റവും മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ചിരിക്കാൻ അറിഞ്ഞുകൂടാ. അത് ഞാൻ മാതാപിതാക്കളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്ന ഒരു 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഫോർ വാട്ട്, വൈ നോട്ട്, സോ വാട്ട്. ഇതൊക്കെ അത് മോളെ അത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മോനെ ഞാൻ ഫോർ വാട്ട് വെച്ചാൽ ഓ ഇറ്റ്സ് ഓക്കെ, ഓക്കെ ഐ വിൽ ഡു ഫോർ യു. നമുക്ക് വേണ്ടി ചെയ്യാം. അവർ പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കണം.